പ്രസവിച്ച സ്ത്രീക്ക് എന്നു മുതൽ ദേവാലയത്തിൽ പ്രവേശിക്കാം? ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ കാര്യങ്ങൾ, വളരെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾക്കുള്ള മറുപടി. നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് ഞാൻ ചെയ്തതാണ് ഗർഭിണികൾക്ക് ഏതു മാസം വരെ ദേവാലയത്തിൽ പോകാം എന്നുള്ളത്. ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം, എന്നോട് കഴിഞ്ഞ കുറേ നാൾ മുമ്പ് ഒരാൾ ചോദിച്ചു ഒരു ചോദ്യമാണ്. പക്ഷേ എന്നോട് കുറേ നാൾ മുമ്പ് ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ് ഇത്. എന്നാൽ വളരെ റീസെൻ്റായിട്ട് ഒരു പെൺകുട്ടി ഒരു ദിവസം വിളിച്ച് കരയുന്നു. എന്താ കാര്യം? എനിക്ക് അവരുടെ നമ്പർ അറിയില്ല. എനിക്ക് ജസ്റ്റ് അവരെന്നെ വിളിച്ചപ്പോൾ ആ നമ്പർ കാണുന്നേ ഉള്ളൂ. എന്നെ വിളിച്ചിട്ട് കരയുകയാണ്. എന്താ കാര്യം? അത് ഇങ്ങനെയാണ് അച്ഛാ, എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്, 2-2.5 വർഷം കൂടിയിരിക്കുക വരുന്നത്. അപ്പം ഇപ്പം അദ്ദേഹം വന്നിട്ട് പോയി. ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് 1 മാസം 2 മാസവും 3 മാസമൊക്കെ ആവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അത്രേ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ അമ്മ സ്ഥിരമായി പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ആരാധനയോട് വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു അമ്മയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചോളം അവൾക്ക് പള്ളിയിൽ പോകണം. നാട്ടുകാർ പറഞ്ഞു, മാമോദീസയ്ക്ക് മുമ്പ് കൊച്ചിനെ കൊണ്ട് പള്ളിയിൽ കയറിക്കൂടാ, അല്ലെ അമ്മ പള്ളിയിൽ പൊക്കൂടാ. എന്നെ ഷാർപ്പായിട്ടെന്നല്ലേ ചെയ്യിക്കുക. എനിക്കറിയില്ല ആ സ്ത്രീ അതുകൊണ്ടാണ് കരയുന്നത്. അച്ഛാ, എനിക്ക് പള്ളിയിൽ പോകണം അച്ഛാ, കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഞങ്ങൾ എൻ്റെ അമ്മ മാറി മാറി ഞങ്ങൾ പള്ളിയിൽ പോകാൻ പറ്റുമല്ലോ അച്ഛാ എന്ന് പറയാണ്. എന്താണ് ഇതിൻ്റെ മറുപടി? വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. ഇത് പറഞ്ഞ ആരാണോ അവരൊക്കെ ഒന്ന് മനുഷ്യരാകുക, വേറെ ഒന്നുമില്ല. അവരൊക്കെ ഒന്ന് മനുഷ്യരാകുക, മൃഗങ്ങളാകാതിരിക്കുക. കാരണം എൻ്റെ അപ്പനാണ് യേശു, എൻ്റെ അപ്പനാണ് ദൈവം, അല്ലെങ്കിൽ എന്നെ സൃഷ്ടിച്ച ദൈവം എൻ്റെ അപ്പനാണ്. എന്നെ കൃത്യമായി മനസ്സിലാവുന്നൊരുത്തനാണ്. എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് എനിക്ക് പോകുന്നതിന് എന്താ തടസ്സം? എൻ്റെ പാപമല്ലാതെ, എൻ്റെ കുറ്റവും കുറവും അല്ലാതെ എന്താ തടസ്സം? എൻ്റെ ശാരീരികമായ ബലഹീനതയൊന്നും എൻ്റെ മക്കൾ എൻ്റെ അടുക്കലേക്ക് വരുന്നതിന് തടസ്സമല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിന് ഒന്നും തടസ്സമല്ല. പിന്നെ എന്തുകൊണ്ടാണ് കുറച്ച് ദിവസം പറഞ്ഞത് ആ കാലഘട്ടത്തിൽ? അത് ഒറ്റ കാരണമാണ്. അത് ആ സ്ത്രീക്ക് കൊടുക്കുന്ന മാനമാണ്, ആ സ്ത്രീക്ക് കൊടുക്കുന്ന സംരക്ഷണമാണ്, ആ സ്ത്രീക്ക് കൊടുക്കുന്ന പരിചരണമാണ്. എന്ത്? അവൾക്ക് സ്വയം ആരോഗ്യവതിയാണെന്ന് തോന്നുന്ന സമയം വരെ അവൾ ഇത് ചെയ്തതാണ്. കുഞ്ഞിനെ മാമൂസ മുക്കേണ്ട പ്രായം ഇത്ര ദിവസം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവൾ ആരോഗ്യവതിയായി കാണപ്പെടുന്ന ഒരു ദിവസം വരെ കാത്തിരിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അവൾക്ക് എന്തെങ്കിലും കുറവുണ്ടായിട്ടോ അവൾക്ക് എന്തെങ്കിലും ബലഹീനം ഉണ്ടായിട്ടോ മാറ്റി നിർത്താനോ വേണ്ടിയല്ല, അവൾ ആരോഗ്യവതിയാകാൻ വേണ്ടിയാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്ന് ആരോഗ്യമുണ്ടോ അന്ന് പള്ളിയിൽ പോകുന്നതിന് ഒരു തെറ്റുമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊന്ന് ആലോചിക്കേ, 4 വർഷം 5 വർഷം കൂടി കഴിഞ്ഞിട്ട് വരെ നമ്മുടെ നാട്ടിൽ വിദേശ രാജ്യത്ത് നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വീട്ടിലെ അപ്പച്ചനെ അമ്മച്ചയെ കൊണ്ട് തല തൊടിയിക്കാറുണ്ട്. അങ്ങനെ വരുമ്പം എന്താ സംഭവിക്കുന്നത്? അത്രയും നാൾ ഈ കുഞ്ഞുങ്ങളെ പള്ളി കൊണ്ടുപോകണ്ടേ? കൊണ്ടുപോകണം. നമ്മളെ വിശ്വാസം അനുസരിച്ച് മാമൂസ ഏൽക്കാത്തവർ യാചിക്കേണ്ട സമയത്ത് കഴിയും പുറത്തു പോകണമെന്നാണ്. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു പാലനമില്ല. തന്നെയല്ല, കുഞ്ഞല്ലേ, അവനാ പാട്ട് അല്ലെ അവളാ പാട്ട് കേട്ട് ആരാധനയോട് ഇഴുകിച്ചേരട്ടെ. ഒരു കാലഘട്ടത്തിലെ സ്ത്രീക്ക് സുരക്ഷിത കൊടുക്കാത്ത, സംരക്ഷണം കൊടുക്കാത്ത കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മളാകും വിധം അവരുടെ വേദനയിൽ അവരോട് ചേർന്നിരിക്കുകയും അവരെ കരുതുകയും ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടെ സമീപിക്കാൻ നമുക്ക് കഴിയട്ടെ. ഇങ്ങനെയുള്ള ചർച്ചകൾ വീട്ടിൽ വരുമ്പം ആ ചർച്ചയ്ക്കകത്ത് ദൈവത്തെ വിട്ടിട്ട് സ്വന്തം മക്കൾ തന്നോടടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെന്നാണ് വിശ്വസിക്കും. സ്വന്തം മക്കൾ തന്നോടടുക്കുന്നതിന്, പീരീഡ്സ് വന്നാൽ പള്ളിയിൽ പോകാൻ പാടില്ല, പീരീഡ്സ് വന്നാൽ വേദോത്സവം വായിക്കാൻ പാടില്ല. വേദോത്സവം വായിക്കുന്നതിന് അപ്പനോട് സംസാരിക്കുക, അപ്പം പറയുന്ന വാക്ക് കേൾക്കുക. പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞാൽ അപ്പനെ അനുഭവിക്കാൻ വേണ്ടി പോവുക.
അപ്പനോട് ചേർന്നിരിക്കാൻ. പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ ഒന്നും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിനെ അകറ്റില്ല എന്ന് പഠിപ്പിക്കുന്ന സഭയാണ്. അത് ഇതെനിക്ക് പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ യൂലിയോസേബിനെ കൊണ്ട് പറയിച്ചിടിച്ച പോലെ അതിനാണ്. അപ്പം അതുകൊണ്ട് ഒരാളെയും എന്ത് കേസ് കേട്ട് പറഞ്ഞു ദേവാലയത്തിന് പുറത്തിറക്കാനല്ല ശ്രമിക്കേണ്ടത്, ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ചില അമ്മമാർക്കൊരു പ്രത്യേകത ഉണ്ട്, അതും പറയാതിരിക്കാൻ വയ്യ. പണ്ട് ഞങ്ങളെ അവരാൾ കയറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങളും കയറ്റത്തില്ല. അങ്ങനെയൊന്നും വേണ്ട. പണ്ട് കയറ്റിയില്ലെങ്കിൽ അത് കയറ്റാത്തവരുടെ കുഴപ്പം. നിങ്ങൾ മനുഷ്യരാകണം. ഇച്ചിരൂടെ അവർ വന്ന് ആധ്യാത്മികമായി ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സംശയങ്ങൾ താഴെ എഴുതിയിടുക. ഇങ്ങനെയുള്ള ചെറിയ തെറ്റിദ്ധാരണകൾക്ക് ഉൾപ്പെടെ മറുപടി നൽകാൻ ധൈര്യത്തോടെ ഞാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ആരെങ്കിലും പറയട്ടെ.